ഒന്ന് കാണിച്ചു തരാം. 3 ഈത്തപ്പഴം, ഒരു ചീസ് സമൂസയും ഒരു വെജിറ്റബിൾ സമൂസയും, ഒരു കോഴിമുടുക പുഴുങ്ങിയത്, പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഈ സാലഡിൽ എന്തൊക്കെ ചേർത്തിക്കണോ? കസ്സുണ്ട്, അതായത് ലിറ്റൂസ്, പിന്നെ കിയാറ്, ക്യാരറ്റ്, റുമ്മാന്, ജർജർ, പച്ചമുളക് ചെറുതായിട്ടൊന്ന് പൊടിപൊടി ചെയ്തിട്ടുണ്ട് ഒരു ചൊടിക്ക് വേണ്ടിയിട്ട്, പിന്നെ നാരങ്ങനീര്, കുരുമുളക്, പിന്നെ വലിയ ഉള്ളി ഉണ്ടല്ലോ ഒന്ന് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ വക സാധനങ്ങൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. പിന്നെ മുരിങ്ങയുടെ പുഗ്ഗും മുരിങ്ങയുടെ ഇലയും ചെറുതായിട്ടൊന്ന് ചൂടാക്കിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു വെജിറ്റബിൾ ഷോർബി. ഇതാണിപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു നോമ്പ് തുറ. ചെറിയൊരു നിലക്ക് സമൂസ ഞാൻ കഴിക്കലില്ല, എന്നാലും ഞാനൊരു ചൊറുക്കിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈത്തപ്പഴം ഇവിടെ കൂടുതൽ കിട്ടുവെങ്കിലും കൂടുതൽ തിന്നില്ല, 3 പീസേ തിന്നുള്ളൂ. ഈ കണ്ട സാധനമൊക്കെ തിന്നണ്ടേ. ഇനി എന്തെങ്കിലും തിന്നണമെങ്കിൽ തറാവി കഴിഞ്ഞ് വരണം. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറന്ന പാട് ഇങ്ങനെ വല്ല സാലഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ചാണല്ലോ വളരെ ഉഷാറാണ്. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ ഒരുപാട് പണികളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ തിന്നാൻ പറ്റില്ല. അപ്പോൾ ഒരു മയക്കായിക്കാരം പണിയൊന്നും നടക്കില്ല. ഫുള്ള് ഹെൽത്തി ഫുഡാണ്. അതിലിപ്പോൾ ഈ സമോസയാണ് ഒഴിവാക്കിയ. സമോസ ഞാൻ തിന്നൊന്നുമില്ല, വെറുതെ ചൊറുക്കിന് വെച്ചാണ്. അങ്ങോട്ട് കൊടുക്കുക, നോമ്പിന് തുറക്കുക, ഇത്രേ ഉള്ളൂ പരിപാടി. മുടുക സാധാരണ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാലേ കത്തി ഇങ്ങനെ എടുത്തിട്ടേ ഇതിൻ്റെ നടു ഇങ്ങനെ പൊളിക്കും, ഇങ്ങനെ മുറിക്കും, ഇങ്ങനെ തിരിച്ചും. അതിന് നടുവിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ ഇട്ടു, നേരെ അതേമാതിരി ഇങ്ങനെ മടക്കും. ചങ്കടാപ്പിളേ അൽഹംദുലില്ലാ നോമ്പ് തുറ അങ്ങോട്ട് കഴിഞ്ഞു, ഒക്കെ വൃത്തിയാക്കി. എന്തായാലും വിശപ്പ് മാറിക്കുന്നില്ല കേട്ടോ. ഇനി പണിയുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾ വേറെയുണ്ട്. എന്നാൽ ശരി, കാണുമ്പോൾ കാണാം, ബൈ.